കർണാടക കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നു. പൊട്ടിയ ഗേറ്റിലൂടെ 35,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകി. അണക്കെട്ട് തകർന്നത് ഒഴിവാക്കാൻ 33 ഗേറ്റുകൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. കൊപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രത. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണിത്. സമീർ പി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സമീർ, കുറച്ച് ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണല്ലോ ഇത്. അപ്പോൾ ഈ ഒരു ഗേറ്റ് പൊട്ടി, പക്ഷേ മറ്റ് ഇടങ്ങൾ കൂടി തുറന്നുവിട്ട സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ളത്? അതിന്റെ ഭാഗമായിട്ട് എന്ത് മുന്നൊരുക്കമാണ് നടത്തിയത്? എങ്ങനെയാണ് ഇത് പൊട്ടിയത്? അഞ്ചിത രാത്രി 12 മണിയോട് കൂടിയാണ് കൊപ്പയിലെ തുംഗഭദ്ര നദിയിലുള്ള പടുകൂറ്റൻ അണക്കെട്ടായിട്ടുള്ള തുംഗഭദ്ര ഡാമിന്റെ 19ാമത്തെ ഗേറ്റിന്റെ ചെങ്കലുകൾ പൊട്ടി വീണത്. ഇതോടുകൂടി ആ ഡാമിന്റെ ഗേറ്റിൽ കൂടി വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകി 35,000 TMC വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോയി എന്നാണ് ഇപ്പോൾ കണക്ക്. തുടർന്ന് ഈ ഡാമിന് 33 ഗേറ്റുകളാണുള്ള 33 ഗേറ്റുകളും ഉയർത്തി പരമാവധി വെള്ളം ഒഴുക്കി കളയാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏതാണ്ട് 60 TMC വെള്ളം ഒഴുക്കി കളഞ്ഞാൽ മാത്രമേ ഡാം ഗേറ്റിലെ അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ എന്നാണ് നിലവിൽ ലഭ്യമാകുന്നത്. നമസ്കാരം. കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ കൊപ്പൽ എന്ന ജില്ലയിലെ തുംഗഭദ്ര ഡാമാണ് ഈ കണ്ടിട്ടുള്ളത്. നമ്മള് അവിടെ ഒരു ഷട്ടർ തകർന്നു വീണതിനെ തുടർന്ന് അനിയന്ത്രിതമായിട്ട് ജലപ്രവാഹം ഉണ്ടായി. അതിന്റെ പ്രഷറിൽ ഡാം തകരുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോ തകരാതിരിക്കാൻ 33 ആകെയുള്ള 33 ഷട്ടറുകളും പൂർണ്ണമായും തുറന്ന് വെള്ളം ഒഴുക്കി വിടുകയാണ്. ഒരു മുന്നറിയിപ്പും കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അത്രയും പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിനടിയിലായ ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്തതിന് ശേഷം 1953 തുംഗഭദ്ര ഡാം കമ്മീഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ ഷട്ടർ തകർന്ന് വീഴുകയും തുടർന്ന് ഇത്രയും ഷട്ടറുകൾ ഓപ്പണാക്കി ജലപ്രവാഹം ഒരു പ്രളയം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ വലിയൊരു ജലബോംബ് ഏത് നിമിഷവും തകരും. അത്രയ്ക്ക് ശോചനീയാവസ്ഥയിലാണ് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നുള്ള കാര്യം പല വിദഗ്ധരും നമുക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും കേരള സംസ്ഥാനവും ഭരണകൂടവും ഒരു പറ്റം ജനങ്ങളും ഇത്ര ലേസി ആയിട്ട് അതിനെ വിട്ടൊഴിവാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യൻ, ഞാനൊരു കാര്യം നമ്മളോട് പറയാണ്, പേടിയില്ലാത്തത് ബുദ്ധിശൂന്യതയാണെന്ന് നിങ്ങൾ മനസ്സിലായിക്കോ. ഇനി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഭയപ്പെടേണ്ട സാഹചര്യമല്ലാന്ന്. അതേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. അല്ലാണ്ട് നിങ്ങളൊക്കെ പേടിക്കുമെന്ന് പറയാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കില്ല. പക്ഷെ അവർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമുക്കൊന്നും ഇനി അധികകാലം ആയുസ് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. സത്യം പറയുന്നത് തുംഗഭദ്ര ഡാം ഇപ്പൊ തുറന്നു വിട്ടതിന്റെ കാരണം അതിന്റെ ഷട്ടർ തകർന്നതുകൊണ്ടാണ്. അതിന്റെ പ്രഷറിൽ ആ ഡാം തന്നെ പൊട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. 1953 ഇത് കമ്മീഷൻ ചെയ്യുന്നത്. അതിനും എത്രയോ മുൻപാണ് നമ്മൾ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കുന്നത്. സുർക്കി നിർമ്മിതമായിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ ഡാമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഏറ്റവും വലുത് എന്ന് പറയുന്ന 1ാം സ്ഥാനത്തുള്ളത് സുർക്കി നിർമ്മിതമായ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമാണ്. വീണ്ടും ഞാൻ പറയാണ്, അതിന്റെ ഒരു ഷട്ടർ എങ്ങാനും തകർന്നു പോയാൽ, ഇതുപോലെ ഒരു ഷട്ടറിന് കേടുപാടുകൾ സംഭവിച്ച് ജലപ്രവാഹം ഉണ്ടായാൽ, ഇരുട്ടിലായത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കറണ്ട് പോയതാണ്. ഈ കറണ്ട് പോയത് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നാളെ ആ ഡാം പൊട്ടി തകർന്നു കഴിഞ്ഞാൽ കേരളം ഒന്നടങ്ങ് ഇരുട്ടിലായി മാറും. അതിൻ്റെ ഒരു ഷട്ടർ എങ്ങാനും തകർന്ന് ഇതുപോലൊരു ജലപ്രവാഹം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു വലിയ മരം വന്ന് ഇടിച്ചാൽ മതി, നമ്മുടെ ഡാം തകർന്ന് പാണ്ടാറടങ്ങും. നമ്മളൊക്കെ മുളിച്ചോട് മൂടിയും. ഇനിയെങ്കിലും ബോധത്തോടു കൂടി കാര്യങ്ങളെ നീക്കുക, കുറച്ചെങ്കിലും ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് കാര്യങ്ങളെ മുന്നോട്ട് നീക്കാൻ ശ്രമിക്കുക. അത്ര പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. എൻ്റെ ജീവൻ എന്നുള്ളതല്ല, നമ്മുടെ നാട് തന്നെ ഇല്ലാണ്ടാവാൻ പോകുന്നൊരു മഹാദുരന്തമായിട്ട് അത് മാറും. കൊലപാതകം തന്നെ പറയാൻ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ സംഭവിച്ചാൽ കൊലപാതകം എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റൂ. ഇത്രയും ഇപ്പം പറയുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. അപേക്ഷയാണ് കേരളത്തിലെ പേടിയോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു പറ്റം ജനങ്ങളുടെ അപേക്ഷ. വിവരമില്ലാത്തവർ പേടിയില്ലാതെ ജീവിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വന്ന് കഴിയുമ്പോൾ പഠിക്കുന്ന കുറച്ച് വിഭാഗം ആളുകളുണ്ട്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാരിനോടും കേരള സംസ്ഥാന സർക്കാരിനോടുള്ള അപേക്ഷയായിട്ട് നമുക്ക് കാണാം. എൻ്റെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പറ്റം ജനതയുടെ ഇത്രയും പറയാനുള്ളൂ.